ഹായ് ഹലോ. എനിക്ക് മോണാക്റ്റൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഒരു മോണാക്റ്റ് കണ്ട് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം ചെറുതായിട്ട് ചെയ്യാൻ ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്തതാണ്. ഓക്കെ, വെള്ളം തരുമോ? വെള്ളം, കുറച്ചുകൂടി വെള്ളം. ചോരയുടെ ഉടമ്പ് മണം, അമ്മയുടെ, പെങ്ങളുടെ, മകളുടെ. 7 കടലുകളിലെ ജലവും അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങളും മതിയാവുകയില്ല ഈ മനുഷ്യന്റെ അല്ല ഈ പുരുഷന്റെ കൈകൾ ശുദ്ധമാകുവാൻ. സ്വന്തം മകൾക്ക് പോലും ഇന്ന് ഈ പുരുഷന്റെ മുന്നിൽ നിൽക്കാൻ വിശ്വാസമില്ലാതായിരിക്കുന്നു. ഭയപ്പെടുത്തുന്ന വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് പഴമയുടെ മുഴക്കമുള്ള ഒരു യുദ്ധരാഗം ഓർത്തുപോകുന്നു. പ്രസിദ്ധമായ രാമായണ കഥയും വയലാറിന്റെ രാവണപുത്രിയും ഇഴചേർത്ത ഒരു രംഗാഖ്യാനം. ജ്യേഷ്ഠ രാവണ, കണ്ണിരുവതും നിറച്ചു കണ്ടുകൊള്ളു. മുക്കും മുനയുമറ്റു കുരുതിക്കളം പോലെ നിന്റെ മുന്നിലിതാ രാവണ ഈ അനുചിത്തി ശൂർപ്പണക. എവിടെ നിന്റെടുത്തിയ പൗർണചന്ദ്രഹാസം? ഒന്നുമില്ല രാവണ നിന്റെ കയ്യിൽ പൊന്നു പെങ്ങളുടെ ചോരയ്ക്ക് മറുപടി പറയാൻ. ശൂർപ്പണകെ, നിന്റെ ചോരത്തിളപ്പുള്ള ചോദ്യങ്ങൾ ഊണിലും ഉറക്കിലും നമ്മെ വേട്ടയാടുന്നു. സാരഥേ, രഥമൊരുക്കി നിർത്തുവിൻ. മഹാരഥനായ മേഘനാഥനെ പുറകിൽ നിർത്തിക്കൊണ്ട് അവന്റെ അച്ഛൻ ഈ രാവണൻ പട നയിക്കും. അച്ഛൻ? രാവണൻ ആരുടെയൊക്കെ അച്ഛനാണ്? ഇന്ദ്രജിത്തിന്റെ, അതികായന്റെ, അക്ഷകുമാരന്റെ? മതിയോ? ഒരു പേരുകൂടി ഉച്ചരിച്ചു കേൾക്കാൻ ബാക്കിയുണ്ടെന്ന് ദേവർഷി നാരദരല്ലേ പറഞ്ഞത്? നാരായണ ഹേ ഹേ രാവണ പ്രഭോ. അന്തിമ യുദ്ധത്തിന് ഒരുങ്ങിയിറങ്ങും മുൻപ് ഒരു രഹസ്യം, ശുഭരഹസ്യം അറിയിച്ചു കൊള്ളട്ടെ. അശോകവനിയിൽ അങ്ങ് കൊതിയോടെ ഒളിപ്പിച്ചു വെച്ച ആ സ്ത്രീ രാമപത്നിയായ സീത, അവൾ അങ്ങയുടെ മകളാകുന്നു. നാരായണ. സീതയുടെ അച്ഛൻ ഈ രാവണൻ സ്വന്തം മകളെ അന്തപുരത്തിൽ പട്ടമഹർഷിയായി കുടിയിരുത്താൻ ശ്രമിച്ച അച്ഛൻ. മോളെ സീതേ, നിന്റെ അമ്മയുടെ, വേദവതിയുടെ നിസ്സഹായമായ നിലവിളികൾ ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുന്നു. അന്ന് അഹന്തയുടെ അഗ്നിപർവ്വതം പോലെ ഹിമവൽ സാനുക്കളിൽ ചുരമാന്തി ഞാൻ നടന്ന കാലം. പുരുഷ കാമനകളുടെ ലാവാപ്രവാഹത്തെ ഒരുമിച്ച് കുത്തിയിളക്കുന്ന സ്ത്രീ ശരീരത്തെ, വേദവതിയെ ഞാൻ തൊട്ടു.